ദൈവമേ മാഷ്, അവരിക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. മാഷ അനുഗ്രഹിക്കണം. ഉണ്ണിന്തിയെ മോനെ, ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി, നീ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻകുട്ടി ആളാകെ മാറി. കയ്യേ തമാശ, ഇവന്റെ പഴയ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം, വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ മുട്ടല്ലേ? ഉണ്ണി, ഓർമ്മയുണ്ടോന്ന് നോക്ക്. ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. ആരാ? മാഷ്. മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി, ഇത് ജോനാടി. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. അമ്മേ, ഞാൻ പെണ്ണായി. ഇതില് കണ്ട നോക്കി. എന്താ മോനെ ഇത്? ഇതാരാ വന്നിരിക്കുന്ന നോക്കേ. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി. അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആട്ടുകല്ലേന്ന് വിളിക്കാം. ആട്ടുകല്ലേ. ഉണ്ണി, അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. മുത്തശ്ശി. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വായില് പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്റെ അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണേട്ടന്? ഞാൻ കാഞ്ഞങ്ങാട് SI ആയിരുന്നപ്പോ ഇയാൾ കോത്താഴത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് SI. ഇയാൾക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടാ? ഉണ്ടോ? നിക്കണ അയാള്. കണ്ടാ കണ്ടാ കണ്ടാടി. എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ, കൊള്ളാശാനെ. ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് പൊളിയില്ലായിരുന്നു. ഓ, ഫസ്റ്റ് നൈറ്റിന് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. വരമുട്ടാതെ.
കൃഷ്ണൻകുട്ടിയെ ആ. ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്തു പറ്റി ആ അതിർത്തി തർക്കം. ആ. ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ ആ. വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ. ദേ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് വെച്ചാ ചില്ലുവാനം വെച്ചാൽ 6 ലിങ്സ് വരും. ദേ ആ. ഇതാണ് കിഴക്കേ അതിരി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ. ആ. അതിലേ ഒരു 20 സെന്റ് സ്ഥലം. ആ. ആ, ദേ, ഇതിങ്ങനെ അമ്മനെ പറ്റിച്ച് ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ ആ, പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ നിന്ന് എടുത്തേ അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ ആ. ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? ആ. തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? ദേ അവർക്കുള്ള വീതം. പെങ്ങന്മാർക്കുള്ളത് ആ. അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് ഈ 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് ദേ വഴിക്ക് പോയില്ലേ. ഓ വഴി 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 ആ. അത് മാറ്റി പോയി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? ആ? ദേ അതെന്താ? എന്താ ഇത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നു ഞാൻ ചോദിച്ചതിനെ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക്. 5 സെന്റ് ഇത് വഴി ഇത് ചില്ലാനും. അതൊക്കെ വീട് ആ. എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോകുന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി ഉവ്വാ. എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? ആഹാ, എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ എക്സ്പോർട്ടിംഗ് ആണ്. അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ പൊട്ടിങ് നടക്കും. ആ. മുണ്ട എന്നാ. ആ. 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 അപ്പൊ ശരി എന്നാൽ ആ. വനജേ വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പം ഇതാ. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഓമനക്കുട്ട. ഡ്രൈവറെ താൻ ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ടും ഒന്നും അറിയില്ലെന്ന് വെച്ചാ? അയ്യോ ഞാനാ ഡ്രൈവർ. ഇയാളാ? ഇത് ഡ്രൈവർ. അയ്യോ ഇതെന്റെ മുതലാളിയാ. ഞാൻ ഡ്രൈവറാണെങ്കിൽ മുതലാളിയാ വണ്ടി ഓടിക്കാൻ. ഞാനിവിടുത്തെ ചീഫ് മെക്കാനിക്. ഈ വണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ സീരിയസ് കംപ്ലൈന്റ് മെക്കാനിക്ക് എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ആ എന്താ താനെ ബോട്ട് വെക്ക് ഇയാൾ അടിപൊളിയാട്ടാ. പൊക്കടോ. അത് ശരി, ലോറിയുടെ എഞ്ചിൻ കയറ്റി വെച്ചിരിക്കല്ലേ? നമുക്കിത് മാറ്റി ഓട്ടോറിക്ഷ എഞ്ചിൻ വെച്ചാലോ? ശരിയല്ലടോ, ഒന്നും ശരിയല്ല. നീ ബോണസ് അടയ്ക്കണം. സമ്മതിക്കില്ല ഞാൻ. മൂല്യച്യുതി സംഭവിച്ച സമൂഹത്തിന് മുമ്പില് ഒരു ചോദ്യചിഹ്നമാണ് വണ്ടി. മൂല്യച്യുതി എന്താ ബെൻസുകാരൻ നന്നാക്കാൻ ആള് സമ്മതിക്കില്ല. നമ്മൾ ബുക്ക് ചെയ്ത് 2 ബെൻസ് അടുത്ത ആഴ്ച ഇനി വരത്തില്ലയോ? അത്രയൊന്ന് വെയിറ്റ് ചെയ്തൂടെ തോമാച്ചന്? ആ. ആ തൊട്ടിയിൽ ചെല്ല്. സുഖമില്ലാത്ത ആളാ. തലക്കാ. ആ. ആ അപ്പൊ ഇത് പ്രാന്താശുട്ടിയാണല്ലേ? ഭ്രാന്താശുപത്രി താനെ വണ്ടി എടുത്ത് മാറ്റണോ? എന്താണോ? ഈ ഡോക്ടർ ഗീവർഗീസ് അകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണണമായിരുന്നു. അതെന്തിനാണെന്നാ ചോദിച്ചത്? അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞോളാം. എങ്കിൽ ഡോക്ടർ ഇപ്പൊ അല്പ തിരക്കില്ല. താൻ പോയിട്ട് പിന്നെ വാ. ഇല്ല, ഞാൻ ഡോക്ടറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നിർബന്ധമാണെങ്കിൽ അകത്ത് കയറിയിരുന്ന് വിശ്രമിക്കും. ഡോക്ടർ വരാൻ 1/2 മണിക്കൂർ വൈകും. ആ ശ്ശേടാ, ഇവിടുത്തെ സർവന്റിനും മജിസ്ട്രേറ്റിന്റെ പദവിയാണ്. യൂസ്ലെസ്. അല്ല നമ്മളാരാ? നമ്മളാരാ? ഐ എം ജ്യോതിക മേനോൻ. മോളെ, നിനക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ബ്യൂട്ടിഫുൾ പ്ലേസ് ഡാഡി. ഒരു കുഴപ്പമില്ലല്ലോ. പ്ലീസ്, അവൾ അറിയരുത്. ആ, മോള് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലല്ലോ. ഇയാളാരാ? ആ, ഇത് ഡോക്ടർ ഗീവർഗീസ്. അല്ല, ഗീ വർഗീസോ? ഗീ നെയ്യ്? അപ്പോ നെയ് വർഗീസ്. നെയ് വർഗീസ്. കുറച്ച് കുഴപ്പമുണ്ട്. ഡാഡി, ഈ ഡോക്ടർക്ക് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് ജന്മനാ ഉള്ളതാ, മാറില്ല. ഡാഡി, ഇയാളുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്ന് പരിശോധിച്ചേക്ക്. രാജന്മാരുടെ കാലാണേ. ഞാൻ അകത്തേക്കൊന്ന് ചെല്ലട്ടെ. നീ ചിരിക്കണ്ട. നിന്നെ ഫ്രണ്ടിന് ബെല്ലടിച്ച് ബാക്കിൽ വന്നാലേ കാണാൻ പറ്റുന്ന. അയ്യോ, ഞാൻ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതേ അല്ല. ആ കാശിന്റെ കാര്യം എന്തായി? ആ കാശ് ചെക്കിൽ. ഓ ക്യാഷ്. ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 രൂപ. 26,000 ഉറപ്പാണല്ലോ? ഓക്കെ. ഇക്കായ്ക്കോ? എനിക്ക് 48,000. 48,000? ആ മുതലും പലിശയും ചേർത്തേ. ഓ, മുതലും പലിശയും ചേർത്ത്. ഓക്കെ. ബാലന്റെ 26,000 ഞാനൊരു 18-ാം തീയതി തരുന്നു. തരുന്നു. ആ, തന്നല്ലോ? തന്നു. കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ.
അപ്പൊ ഞാൻ പോട്ടെ ഇടോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം. ഇക്കാടെ 48,000 ഒരു 25,000 ഞാൻ 28-ാം തീയതി തരും. അത് പറ്റില്ല. അവന് 18-ാം തീയതി കൊടുത്ത എനിക്ക് 28-ാം തീയതി. അത് പറ്റില്ല. എന്റെ കാശ് മാറ്റാണ്ട് കിട്ടിയല്ല. എന്റെ പിടിച്ച് തൂങ്ങാണ്ട് നിങ്ങൾ തമ്മിൽ തീർക്ക്. ആ 28 എന്നുള്ള കുറച്ച് നേരത്തെ ആയിരുന്നു. 25-ാം തീയതി തരും. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി ബാക്കി 25,000 29-ാം തീയതി ആയിരുന്നു. ഓക്കെ, ഒരു ദിവസം നേരത്തെ പ്ലീസ്. ഒരു വൺ ഡേ. 30-ാം തീയതി. ഓക്കെ. അപ്പൊ ഓക്കെ ആയല്ലോ. തരാനുള്ള കാശെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നിങ്ങൾ ഒരു ഏർപ്പാടും ഇല്ല. ഓക്കെ, വരട്ടെ. പിന്നെ ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടേ പോകും. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ ഓ പറഞ്ഞു. അങ്ങനെ, താങ്ക് യു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ. ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. നിന്റെ ആശ കിട്ടില്ല. എന്റെ 18-ാം തീയതി കിട്ടിയില്ല. ഏത് 18-ാം തീയതി? വരുന്ന ദിവസം 18-ാം തീയതി കിട്ടിയില്ല. എന്റെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എന്ത് കൺഫ്യൂഷൻ? നിങ്ങൾക്ക് ബോധമുണ്ടാ? നിങ്ങൾക്ക് ബോധം എന്താന്ന്? അങ്ങനെ തരാനുള്ള 25,000 രൂപ വരുന്ന മാസം 25-ാം തീയതി തന്നാ അത് കിട്ടി. ബാക്കിയുള്ള 25,000 രൂപ വരുന്ന മാസം 30-ാം തീയതി തന്നാ അത് കിട്ടി. അങ്ങനെ മൊത്തം 50,000 രൂപ കിട്ടിയ. അപ്പൊ മൊത്തക്കി 50,000. എനിക്ക് 48,000 രൂപ കിട്ടാനുള്ളടാ. ആ മണ്ടറി കണക്കൂട്ടാ അറിയാൻ പാടില്ല. എനിക്ക് 2,000 രൂപ ലാഭം. അതെ, ഈ ഇന്റർവ്യൂവിന് ഒന്നാണ് അങ്ങോട്ട് മാറിക്ക്. ബാത്റൂം അവിടെ എങ്ങാനും പോയി സാധിക്കണേ. എമർജൻസിയാ. അതിനായിരുന്ന നേരെ അകത്തോട്ട് കയറി ഇടത്തോട്ട് തിരിഞ്ഞു നേരെ അങ്ങോട്ട് പോയി. ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും തിരിയുന്നവരെ നിർത്താൻ പറ്റൂല. അതെ, ഇതൊക്കെ ഒന്ന് നോയിക്കോണ്ടേ. ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എങ്കിലും ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ? അത് ശരിയാ, പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടിയാണല്ലോ ശീലം. പക്ഷെ അതിനും മെച്ചം ഇതാ അല്ല ആളാണ് ആക്ടിങ് ആക്ടിങ്. അടിപൊളി പീസ് അല്ലേ? അയ്യോ, പെങ്ങളെ തരുവോ? അതല്ല, കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോന്നോ? പോയി കുടിക്കേ. ഇങ്ങനെ വാ. പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള നിന്റെ ഈ ആക്രാന്തം കാരണം ഇപ്പൊ എനിക്ക് മനസ്സമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും വയ്യാണ്ടായി. അയ്യടാ, ഞാൻ പറഞ്ഞു മൂത്രം ഒഴിക്കണ്ടെന്ന്. അതല്ല, അന്ന് കിട്ടിയ ഇടിയുടെ കൂട്ടത്തിൽ ഒരിടി ആ സ്ഥാനത്തായിപ്പോയി. നന്നായി. ആ സ്ഥാനമാണല്ലോ നിന്റെ എല്ലാത്തിനും പ്രശ്നം. ഇനി ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നിന്നെ ധൈര്യമായിട്ട് എവിടെ വേണേലും കൊണ്ട് നടക്കാം. നിന്റെ ഈ ഓവർ വർക്കിംഗ് കണ്ടീഷനാ എന്റെ പേടി. നട നട ആക്ടിങ് ആക്ടിങ്. വല്ലതും തായോ? അയ്യാ വയ്യേ, വല്ലതും തായേ. മൂക്കില്ല പൈതങ്ങൾക്ക് വല്ലതും താഴെ. അയ്യോ രാഘവന്റെ ബന്ധുക്കൾ ആരണ്ട് വരുന്നുണ്ട്. അയ്യോ ആ പിച്ചക്കാരാ അയ്യോ ഒരുമാതിരി ചെറ്റ വർത്താനം പറയരുതാ. ചെറ്റ കൊണ്ട് പിന്നെ BBC ന്യൂസ് പറയാൻ പറ്റുമോ? പിന്നെ ആരാത്? അയ്യോ അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. ഹലോ. ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല. ഇത് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാണ്. ഇതും ഒരു പഞ്ചാബിയുടെ മണം. പഞ്ചാബിലും പണ്ട് ഞാൻ പിച്ച എടുത്തിട്ടുണ്ട്. എന്താണാവോ ഇവിടെ കാര്യം? അതെ, തെണ്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മൈക്കിൽ കൂടെ ആയിരിക്കും. അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ. അതാണോ മൈക്ക് മുഖത്ത് കെട്ടി നടക്കുന്നത്? ഇത് മൈക്കല്ല, ആന്ത്രാക്സാ. ആന്ത്രാക്സ് ഇവിടെ ഒന്നും വന്നില്ലേ? പുള്ളിക്കാരൻ വന്നില്ല, ഒരു ആൻഡ്രൂസ് വന്നിരുന്നു. ഇനി അവനാണോ നമ്മുടെ ആള്? അവന് താടിയുണ്ട്. എന്നാ ഇവനായിരിക്കും. ഇവനാ? എവനാണോ? നല്ല ശരീരമാണല്ലോ, പിന്നെ എന്തിനാ വടി? വടി പിടിച്ചതാ മെരിയാൻ വേണ്ടിട്ടാ. അതൊക്കെ പിന്നെ പറയാം. വന്ന കാര്യം പറ. പിച്ചപ്രസ്ഥാനം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനു വേണ്ടി കുറച്ച് പിച്ചച്ചട്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി രാഘവ, ഈ തൊട്ടികൾക്ക് 2000 ചട്ടി കൊടുത്തേക്ക്. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടോ? ഇവനാണോ? ഈ തണ്ടിയല്ല, പിന്നെ കണ്ടാ നിങ്ങളെ പോലിരിക്കും. ഒരു 7 അടി പൊക്കം, 2 അടി കുറയും, ഒത്ത ശരീരം, നല്ല സൗന്ദര്യം. പക്ഷേ നിങ്ങൾക്കില്ലാത്ത ഒന്ന് അയാൾക്കുണ്ട്. അതെന്താ? ബുദ്ധി. കണ്ട, ഞാൻ പറഞ്ഞില്ല അതില്ലാന്ന്. അതിന് ജന്മഗുണം വേണം. നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ. അതെന്താ? പോയി കുടുംബത്തിൽ പറക്കണോ? പിച്ചക്കാരല്ല. കണ്ടു ചട്ടിയെ കണ്ടു.
അതല്ല വല്ലപേട്ട നാറിന്ന്. നാറി നിന്റെ അച്ഛൻ. ആ നാറിയല്ല ഈ നാറി. ഓ നാരി എവിടെയാടാ കിട്ടുവോ? ഓ എന്റെ വല്ലപേട്ട നാരിയല്ല നാറിന്ന്. ദേ പോലീസുകാർ വന്നിരിക്കുന്നു. ഇന്നേ വരെ ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കൊലപാതകത്തെ പറ്റി അറിഞ്ഞാണോ? ആ അങ്ങനെയാണെങ്കിൽ ആകെ നാറും. വാ നോക്കാം, കുഴപ്പമാവോ? അവന്മാരുടെ താവളം ഇവിടെ തന്നെയാണോ? ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ? ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാ, ചന്തക്ക് പോയപ്പോ. ആ പേടിച്ചോ പേടിച്ചോ. അതെന്താ കുളിര് പോരാൻ ചക്കിയില്ലേ? ഇങ്ങോട്ട് മാറിക്കടാ. ഒഞ്ഞി പോടാ. ഇന്നലെ പഞ്ചാബി, മിനിഞ്ഞാന്ന് പിച്ചക്കാരൻ, ഇപ്പൊ പോലീസ്. മോന്ത കിട്ടിയാവും തരും. ഞങ്ങൾ ഒറിജിനൽ പോലീസുകാരാ, അനാവശ്യം പറഞ്ഞോളൂ. ലൈസൻസ് എടുക്കടാ. പോലീസിന്റെ ലൈസൻസ് എടുത്തോ? മര്യാദക്കല്ല ഇതിന്റെ അണ്ണാക്കിലെ പിരിവെട്ടിക്കും ഞാൻ കേട്ടാ. എടാ പച്ചക്കുതിര. എന്താ എന്ത് അയ്യോ 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 നിവർത്തി നിർത്ത്. ഒരു കാര്യം ചോദിക്കാനാ ശ്ശോ. യ്യോ, ചേട്ടൻ പണ്ട് പോലീസിലായിരുന്ന? എങ്ങനെ മനസ്സിലായി? കറക്റ്റ് പോലീസിന്റെ ഇടിച്ചത് മുതുകത്താണെങ്കിലും കൊണ്ടവന്റെ കൂമ്പിരാ. ഓ മാറിക്കടാ. ഇങ്ങോട്ടാ ഈ വടിയും തിരടാ, പാമ്പിനെ കൊല്ലാ. മാറിക്കടാ. ചെല്ല്. ശ്വാസപ്പെടാ. അവന്റെ ഒരു വേഷം കെട്ട്. ഈ കണക്കിന് നാളെ എന്റെ വേഷം കെട്ടുമല്ല. ഞാൻ ഒരു നമ്പർ കാണിച്ചു തരാം. പുതിയ നമ്പർ ഓടിക്കോ ഓടിക്കോ. ഇത് നമ്മുടെ നമ്പറാണല്ലോ. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. നമ്പർ എന്നാലും തമാശ